ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ഏറ്റുമാനൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണത്തിന് ഒറ്റയാൾ പോരാട്ടവുമായി ഹോംഗാർഡ് ജേക്കബ് ജോർജ്. ശനിയാഴ്ച രൂപപ്പെട്ട അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അതിസാഹസികമായി കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് ജേക്കബ് ജോർജ് ഗതാഗതം നിയന്ത്രിച്ചത്. രാവിലെ മുതൽ വലിയ തോതിലുള്ള ഗതാഗത തിരക്കാണ് ശനിയാഴ്ച ഏറ്റുമാനൂർ പട്ടണത്തിൽ അനുഭവപ്പെട്ടത്. ഈ തിരക്കിനെയെല്ലാം അതിസാഹസികമായി ഹോംഗാർഡ് ജേക്കബ് ജോർജ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ നിയന്ത്രിച്ചു. എറണാകുളം, കോട്ടയം, കുറവിലങ്ങാട് മെഡിക്കൽ കോളേജ്, നീണ്ടൂർ, കൈപ്പുഴ റോഡുകളിൽ നിന്നും കൂടാതെ ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC എന്നിവിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കപ്പെടുവാൻ സെൻട്രൽ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ നിലവിലില്ല. വളരെ കാലമായി ട്രാഫിക് യൂണിറ്റ് വേണമെന്ന് ആവശ്യമുയരുകയും വിവിധ സംഘടനകൾ ശബ്ദമുയർത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഏറ്റുമാനൂർ നഗരം ഗതാഗത കുരുക്കിലാണെന്ന് ഇതുവഴി യാത്ര പോകുന്നവർക്കറിയാം. ദീർഘദൂരം സ്ഥിരം യാത്രക്കാർ ഏറെ ഭയപ്പാടിലാണ് ഏറ്റുമാനൂരിലൂടെ കടന്നു പോകുന്നത്. മണിക്കൂറുകളുടെ സമയനഷ്ടവും അതിലുപരി ഇന്ധനനഷ്ടവുമാണ് ഓരോ യാത്രക്കാരനും അനുഭവിക്കുന്നത്. അത്യാവശ്യം യാത്രകൾക്ക് ഏറ്റുമാനൂർ വഴി എത്തിയാൽ ഗതികേടിലായി എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തുവാൻ അധികാരികൾ ട്രാഫിക് യൂണിറ്റും ഗതാഗത നിയന്ത്രണവും ബൈപ്പാസിന്റെ ഉപയോഗവും വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ട്രാഫിക് യൂണിറ്റ് കൊണ്ട് ഇവിടെ പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് പാലാവഴിക്കും പേരുവഴിക്കും പോകുന്ന വാഹനങ്ങൾ നേരെ പട്ടിത്താന റൗണ്ട് തിരിഞ്ഞ് ബൈപ്പാസ് വഴി കടത്തി വിടുവാണെങ്കിൽ ഈ ബ്ലോക്കിന് പരിഹാരം ഉണ്ടാവും. ഇങ്ങോട്ടുള്ള വണ്ടി ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് ഈ സിഗ്നൽ എന്താണെങ്കിലും ഇവിടെ വീതി കൂട്ടാൻ സാധിക്കത്തില്ല. അത് ഇങ്ങോട്ടുള്ള വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അതിന് ഈ വണ്ടി M-C റോഡ് ചെന്ന് പട്ടിത്താന റൗണ്ട് എടുത്തു നേരെ സമൃദ്ധി അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഈ ബ്ലോക്ക് കൂടെ ഒഴിവാക്കും. റോഡ് പരിമിതമാണെങ്കിലും വാഹനങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നത് ഗതാഗത നിയന്ത്രണത്തിന് വെല്ലുവിളിയുമായി മാറുന്നതിന് കാരണമായിട്ടുണ്ട്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.